അതങ്ങ് എടുത്ത് പറഞ്ഞാ പോരെ. കുറെ നേരായിട്ട് ഞാൻ മറുപടി പറഞ്ഞു മടുത്തു. ഹലോ, നമസ്കാരം, KSEB. അതെ, ഇന്നലെ രാത്രി മഴയും കാറ്റൊക്കെ ആയതുകൊണ്ട് മരം ഈ ലൈനിൻ്റെ മുകളിൽ പൊട്ടി വീണതാണ്. നേരൊക്കെ വേണ്ടി ആൾ പോയിട്ടുണ്ട് കേട്ടോ. 12 മണിക്ക് കറണ്ട് വരും. എന്ത് ഉച്ചയ്ക്കാണോന്നോ? അത് പറയാൻ പറ്റില്ല. ശരി, താങ്ക് യു. തല്ലിപ്പൊളിക്കും. ഹലോ, നമസ്കാരം, KSEB. അതെ, ഇന്നലെ കാറ്റും മഴയും കാരണേ മരം പൊട്ടി വീണതാണ് ലൈനിൻ്റെ മുകളിലൂടെ. നേരെക്കാൻ ആൾ പോയിട്ടുണ്ട്. 12 മണിക്ക് കറണ്ട് വരും കേട്ടോ. ഓക്കെ, താങ്ക് യു. ഹലോ, നമസ്കാരം, KSEB. അതെ, ഇന്നലെ കാറ്റും മഴയിലും മരം വീണ് ലൈൻ പോയതാണ്. നന്നാക്കാൻ ആൾ വിട്ടിട്ടുണ്ട്. 12 മണിക്ക് വരും കേട്ടോ. ശരി. ഹലോ, നമസ്കാരം, KSEB. ഇന്നലെ കാറ്റും മഴയും കാരണം മരം വീണ് കറണ്ട് പോയതാണ്. ശരിയാക്കാൻ ആൾ പോയിട്ടുണ്ട്. 12 മണിക്കൊക്കെ ഓക്കെ. ഓക്കെ, ശരി സാർ. ഓക്കെ. ഇത് എന്തൊരു കഷ്ടപ്പാടാണ് ദൈവമേ. അതെ, കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ. ഒന്നും ചവിടും കേൾക്കുമല്ലോ. അത് മാറ്റിയാ അല്ലാതെ എന്താ ചെയ്യാന്ന്? ആളുകൾക്ക് ബോധമില്ലെങ്കിൽ സമാധാനമായിട്ടിരിക്കുക. ഇനി ഇവിടെ കറണ്ട് ഇല്ല എന്നുള്ള കാര്യം അവർക്കറിയാൻ പാടില്ല. ഇങ്ങാട് വിളിച്ചോണ്ടിരിക്കുക എപ്പോൾ വരും ഒന്നും പറഞ്ഞു. ഞാനാണ് ദൈവത്തിനെ വിളിക്കാനൊന്നും വന്ന് കിട്ടിയാൽ മതിയല്ല. ഇതിപ്പോ ഇവരോട് സമാധാനം പറയുമ്പോൾ ആൾ നിൽക്കണോ, നേരാക്കാൻ ആൾ പോകണം. പക്ഷെ മര്യാദയോട് പറയരുതട്ടോ ആരോടും. മര്യാദക്കെ പറയാൻ പാടുള്ളൂ. അതല്ലേ പറയും. ഇനിയിപ്പോൾ ആരും വിളിക്കൂല. സാറേ, ഇപ്പൊ ബില്ലടിക്കാനുള്ള ആൾ വരുമോ സാറേ? ഇപ്പൊ ആളില്ല അവിടെ. ഇല്ലെന്ന് തോന്നുന്നു. വന്നു കാണും. ഈ പെണ്ണുപിള്ള എന്താ കാണിക്കുന്നത്? എന്ത് പരിപാടിയാ കാണിക്കുന്നത്? എന്താ ഫോൺ കൊടുത്ത ആഴ്ച 3 ദിവസമായി ഞാൻ നിങ്ങളെ വിളിച്ച് പറയുന്നത്. നിങ്ങൾ ഇന്ന് വരാം, നാളെ വരാം, മറ്റന്നാൾ ഓരോ ദിവസം അവധി പറയാം. എന്റെ വീട്ടിൽ കറണ്ട് ഇല്ല. നിങ്ങളുടെ വീട്ടിൽ മാത്രമല്ല, വേറെ കുറെ ആളുകളുടെ വീടുകളിൽ കറണ്ട് ഇല്ല. എന്നിട്ട് നിങ്ങൾ ഇവിടെ സുഖിച്ചിങ്ങനെ ഇരിക്കുക? സുഖിച്ചിരിക്കുന്നല്ല, ഞങ്ങളുടെ ആളുകൾ പോയിട്ടുണ്ടല്ലേ. ഫോൺ ഇങ്ങനെയാണോ വെക്കുന്നത്? അതിന്റെ അടുത്ത് തന്നെ മോള് ഇപ്പൊ ഞാൻ കണ്ടോണ്ടല്ലേ. ഈ നിങ്ങൾ ബില്ല് കൊണ്ടുവരുമ്പോ ഞങ്ങൾ അടച്ചില്ലെങ്കിലേ നിങ്ങൾ വന്ന് കട്ട് ചെയ്യാൻ എത്ര പെട്ടെന്നാ വരുന്നത്? അത് നിങ്ങൾക്ക് പറ്റുമോ? ഒന്ന് ചേച്ചി ഒന്ന് പോവും. ആകെ തലവേദന പിടിച്ചിരിക്കുകയാണ് ഞങ്ങൾ ഇവിടെ. നിങ്ങളെക്കാട്ട് തലവേദന ഉണ്ട്. ഞങ്ങൾക്ക് പല പ്രശ്നങ്ങളും ഉള്ളതാ. അപ്പൊ ഞങ്ങൾക്ക് പ്രശ്നങ്ങളില്ലാന്ന് നിങ്ങൾ പറഞ്ഞേ? നിങ്ങൾ ഇങ്ങനെ ശമ്പളം മേടിച്ച് സൂചിച്ചിരിക്കുവല്ലേ ജോലി ചെയ്യാതെ? ചേച്ചി, ഒരു മരം വീണതാണ് ഇന്നലെ കാറ്റത്ത്. അത് നന്നായിക്കൊണ്ടിരിക്കുകയാണ്. നന്നാക്കി ഈ കണക്കിനാണെങ്കിൽ എന്റെ വീട്ടിൽ നിന്ന് കറണ്ട് കിട്ടിയിരിക്കണം. കറണ്ട് വരുമെന്ന് പറഞ്ഞില്ലേ നിങ്ങളോട്? ഇലക്ട്രിസിറ്റി അല്ലേ, കറണ്ട് അല്ലേ? അതിനൊക്കെ അനുസരിച്ച് നേരെ കൊണ്ട് വരികയാണ്. കളിക്കാൻ ഞാൻ ആരാണ്? നിങ്ങൾ KSEB ഓഫീസിൽ വന്നിട്ട് ബഹളം ഉണ്ടാക്കണം എന്തിനാണ്? നിങ്ങൾ മര്യാദക്ക് സംസാരിക്കണേട്ടാ. നിങ്ങൾ ബില്ല് അടക്കുന്ന ഞങ്ങളുടെ കുടുംബത്തിൽ കൊണ്ടുപോകുന്ന കൈകൂടി സംസാരിക്കല്ലേ? കൈകൂടി ആരാണ് വിളിക്കുന്നത്? പോട്ടെ കളിക്കണ്. ഞാൻ പോരെ. അടിച്ചാ നീ അവളാ? ഒന്നോടുത്ത് നല്ല അടി കിട്ടേണ്ട ജാതിയാണ് ഇവളൊക്കെ. എന്തൊരു വർത്താനമാണ് ഇവള്. ഏതാ മുരളിയാണ് അത്? ആക്കറിയാം, ഞങ്ങളെയും തള്ളിക്കൊണ്ടല്ലേ ഇങ്ങോട്ട് വന്നത്. പക്ഷെ നിങ്ങളൊന്ന് കൊടുത്തത് കാര്യമായി. എന്തായാലും മര്യാദക്ക് പറഞ്ഞാൽ കേൾക്കണ്ടേ? ഞങ്ങളൊന്നും പറയണ മനസ്സിലാവണില്ല. അത്തോയിക്കോ വേറെ ആളുകൾ വരും. പോയിക്കോ. എന്തൊക്കെ പറഞ്ഞാലും ഒരു അന്യ പെണ്ണിനെ നീ കൈനീട്ടി അടിച്ചത് ശരിയായില്ല. എൻ്റെ അമ്മാവ, ഞാൻ ഇതിനു മുമ്പ് ആരെങ്കിലും അങ്ങനെ കൈനീട്ടി തല്ലിയിട്ടുണ്ടാ? ഇതങ്ങനെ ഗത്യന്തരമില്ലാതെ വന്നപ്പോൾ അടിച്ചു പോയതാണ്. അത് ആരാണെങ്കിലും അങ്ങനെ ചെയ്യും. അങ്ങനെ ചെയ്യും. അങ്ങനെ ചെയ്തുകൊണ്ടുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് നീ മനസ്സിലാക്കിയോ? എടാ, ആ പെണ്ണ് കേസ് കൊടുത്ത നിന്റെ ജോലി പോകുന്നു. ഇനി ഇതിന്റെ പേരിൽ ഇനിയിപ്പോൾ ജോലി പോയാലും എനിക്ക് യാതൊരു കുഴപ്പമില്ല. സർക്കാർ ജോലിക്ക് വേണ്ടിയിട്ടേ ആൾക്കാർ നെട്ടോട്ടോടുക. എൻ്റെ അമ്മാവ, ഞാൻ വേണമെന്ന് വിചാരിച്ചിട്ട് തല്ലിയതല്ല. വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് ചൂടായിക്കൊണ്ടിരിക്കുകയാണ് അവള്. പിന്നെ മുഖത്ത് ചൂണ്ടിയിട്ട് അങ്ങനെ ചൂണ്ടി സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആർക്കാണെങ്കിലും ദേഷ്യം വരില്ലേ? എന്തുകൊണ്ടാണ് അവർക്ക് അങ്ങനെ ദേഷ്യം വന്ന്? നീ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്.
അവരുടെ പല കാര്യങ്ങളും നിന്നോട് വന്ന് പറയും. പലരും ദേഷ്യപ്പെടുന്നത് കേൾക്കേണ്ടി വരും, ചിലർ അഭിനന്ദിക്കുന്നത് കേൾക്കേണ്ടി വരും. പറ്റാത്തത് തോന്നിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോരണം. ആ സമയത്ത് സ്വന്തം കുടുംബത്തെക്കുറിച്ച് ആലോചിക്കണം. ഇത് ആ നേരത്തെ അതിനൊന്നും പറ്റിയ അവസ്ഥയായിരുന്നില്ലാന്ന്. അതെന്താ പറഞ്ഞ അമ്മാവന് മനസ്സിലാവാത്തത്? നിനക്കിപ്പോഴും കാര്യത്തിന്റെ ഗൗരവം മനസ്സിലായില്ലേ? എടാ, സ്ത്രീകളുടെ നേർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി ഏത് പ്രമുഖനായി നെട്ടോട്ടം കിടന്ന് ഓടേണ്ടി വരും. വനിതാ കമ്മീഷനിലെ കേസാ കൊടുത്താലത്തെ അവസ്ഥ നീ അറിഞ്ഞോ? നീ ജമന്തിയുടെ കാര്യം ഓർത്തുവോ? ജമന്തിക്ക് എന്താ കുഴപ്പം? എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി ജോലി പോയി അകത്ത് പോയി അവളെന്തിക്കോടാ? ഇതിലിപ്പോൾ അങ്ങനെ ജയിലിൽ പോകേണ്ട കാര്യമൊന്നുമില്ല. എൻ്റെ ഭാഗത്ത് തന്നെയാണ് ന്യായം. അതവിടെ കണ്ടുവന്ന കുറേ ആളുകളുണ്ടല്ലോ, അവരോടൊക്കെ ചോദിച്ചു നോക്കിയ കാര്യം മനസ്സിലാവില്ലേ? നീ ന്യായവും നിയമമൊക്കെ പറഞ്ഞിരുന്നോ? എൻ്റെ പ്രായത്തിൻ്റെ തിളപ്പാ അത്. ഈ ചെറുപ്രായത്തിൽ അതൊക്കെ തോന്നും. കുറച്ച് വയസ്സാകുമ്പോഴേ അറിയുള്ളൂ ഓരോന്ന് ചെയ്തു കുട്ടിയുടെ പാവങ്ങൾ അനുഭവിക്കുമ്പോൾ. എന്തായാലും എന്തൊക്കെ സംഭവിക്കാണ്ട് അത് മനസ്സിലാക്കിയിട്ട് തന്നെ ഞാൻ ക്ലീറ്റസിനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഞാൻ എവിടേക്ക്? അവളുടെ വീട്ടിലേക്ക് ചെന്ന് കാലിൽ വിടാൻ. എൻ്റെ പൊന്നമ്മാവ, ഇനി അത് കുളവാക്കാനുള്ള പരിപാടിയാണോ? എന്തിനു കൊളാക്കണേ? ഇത് എന്തിനാ ക്ലീറ്റസിനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടത് നിങ്ങൾ? എടാ, എന്തെങ്കിലും പറഞ്ഞിട്ട് ആ പെണ്ണിനൊന്ന് സമാധാനപ്പെടുത്തി അവള് കേസൊന്നും ഒഴിവാവും. അങ്ങനെ ചെയ്യണ്ടേ? അകത്ത് പോയി കിടക്കണോ? നന്നാവും. ക്ലീറ്റസ് അവിടെ പോയി കഴിഞ്ഞാൽ സംഗതി നന്നാവും. അവൻ പോയ എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. അവൻ നീ ചെയ്ത പോലെ തെണ്ടിത്തരൊന്നും ചെയ്യില്ല. അവൻ ഇന്ന് വരെ ഒരു പെണ്ണിന് കൈനീട്ടി അടിച്ചിട്ടില്ല. അവൻ പെണ്ണുങ്ങളുടെ കയ്യിൽ നിന്ന് അടി കൊണ്ടാലും അത് തുടച്ചിട്ടേ പോരുള്ളൂ. പക്ഷെ അവനെ പോലെ അവൻ എന്നെ കൊണ്ട് പറ്റില്ല. എന്താ നിന്റെ ഉദ്ദേശം? നാട്ടിൽ കിടക്കുന്ന പെണ്ണുങ്ങളെയൊക്കെ തല്ലാനേ നീ ഒരെണ്ണത്തിനെ കെട്ട് വീട്ടിൽ കൊണ്ടിരുത്തിക്കല, അതിനെ തല്ലിയ പോരാടാ. ക്ലീറ്റസ്, നീ ആവശ്യമില്ലാതെ സംസാരിക്കല്ല കേട്ടാ. നിനക്ക് കാര്യങ്ങൾ അറിഞ്ഞൂടാ. അറിയാത്ത കാര്യങ്ങളെ പറ്റിയിട്ട് പറയരുത്. എടാ, എന്തായി പോയ കാര്യം അത് പറയും. നീ കണ്ടാ? അവരെന്തായാലും കേസിനൊന്നും പോകുന്നില്ല. ഇല്ല, അവർക്ക് പരാതിയില്ല. അതാനായി. ഇപ്പൊ കണ്ടാ? ഇപ്പൊ അവർക്ക് കാര്യം മനസ്സിലായി. തെറ്റ അവരെ വാദം അവർക്ക് മനസ്സിലായി. ഈ ആവശ്യമില്ലാത്ത കാര്യത്തിന് വേണ്ടി വെറുതെ എല്ലാവരും കൂടെ എന്നെ എങ്ങനെ പറഞ്ഞ് പിരികേറ്റാൻ നിൽക്കണേ? എന്ത് കാര്യത്തിനാണ്? ഒരു പ്രശ്നമില്ലല്ലോ ഇപ്പൊ. അവിടെ പ്രശ്നമില്ല നിന്നോട് ആരാ പറഞ്ഞ? ഇപ്പൊ നീ പറഞ്ഞില്ലേ? അവരിപ്പം നീയല്ലേ എന്നോട് പറഞ്ഞ പ്രശ്നമില്ലാന്ന്. അതെ, അവർ കേസിനും വഴക്കിനും ഒന്നും പോകുന്നില്ല. ഇത് കോടതിയിലിട്ട് അങ്ങനെ ചുറ്റിക്കാൻ അവർക്ക് താല്പര്യമില്ല. ഈ കേസിന്റെ വിധി അവർ തന്നെ തീർപ്പാക്കിക്കൊള്ളാം. എങ്ങനെ അവരെങ്ങനെ വിധി തീർപ്പാക്കും? പകരത്തിന് പകരം. പകരത്തിന് പകരം അടിക്കടി. അടിക്കേ ഇവനെ? ആ, ആരെ അവരെന്നെ അടിക്കുമെന്നോ? നിന്നെ അടിക്കും. KCB ഓഫീസിൽ കയറി നിന്റെ കാലിന് അടിച്ചൊടിച്ചോളെന്ന് പറഞ്ഞേക്കണം ആ പെണ്ണുമ്പിള്ള എന്നോട്. അവരെ കെട്ടിയൻ ബോംബെയിൽ തിരിച്ചിട്ടുണ്ട്. അതെ. ഇനിയിപ്പോ അയാളുടെയും കാല് പിടിക്കേണ്ടി വരുമോ? അയാളെ കാല് പിടിച്ചിട്ടൊന്നും കാര്യമില്ല. അവനെ കുറിച്ച് ഞാൻ അന്വേഷിച്ചപ്പോൾ എൻ്റെ എതിർ പാർട്ടിയുടെ പഴയ ഒരു പ്രവർത്തകനാണ്. പണ്ട് കുറെ കേസിലൊക്കെ ഇവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെയൊക്കെയാണ് അവൻ ബോംബെയിലോട്ട് പോയത്. ഇപ്പോൾ പ്രശ്നം രൂക്ഷമാവും. കനക, ഇതിപ്പോ അവളെ തല്ലിയ വൈരാഗ്യം മാത്രമല്ല, എതിർ പാർട്ടിയിലുള്ള ഒരുത്തന്റെ അളിയനും കൂടിയല്ലേ. അപ്പൊ തീർച്ചയായിട്ടും അയാൾ എന്തെങ്കിലും ചെയ്യും. അല്ല, അതിന് അവര് എന്നെ അടിച്ചിട്ട് എന്താ കാര്യം? പിന്നെ എന്നെ അടിക്കാൻ പറ്റുമോ? നീ അല്ലേ അവൻ്റെ ഭാര്യ അടിച്ചത്? അതെ, നീ കുറച്ച് ദിവസം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ നിന്നൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ ഫാസിലിനോടും വിളിച്ചു പറയാം. തൽക്കാലം ഇപ്പം ഇത് ചേച്ചിയും ജമന്തിയും തങ്കൊന്നും അറിയണ്ട. നമ്മളിനി എത്ര ശ്രദ്ധിച്ചാലും അടിക്കാനുള്ളവൻ വന്ന് അടിച്ചിട്ട് തന്നെ പോവുകയാ. അമ്മ വല്ലതും കഴിച്ചായിരുന്നു? ഇല്ല, ഒന്നും നല്ല ഗോതമ്പ് കഞ്ഞിയുണ്ട്. വാ വാ വാ, ചൂടാറുന്നതിന് മുമ്പ് കൂടി. Versus Alien.